AD 4-ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴോ 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ആണ് അംറു ബിൻ ലഹി വരുന്നത്. അംറു ബിൻ ലഹി ഖുസാ ഗോത്രത്തിലെ തലവനായിരുന്നു. ഒരു തലവൻ. AD 4-ാം നൂറ്റാണ്ട് അങ്ങനെയൊക്കെ കണക്കാക്കാം. അംറു ബിൻ ലഹീനെ പറ്റി കേട്ടിട്ടില്ലേ? ഇയാളാണ് ആദ്യമായി മക്കയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്നത്. അംറു ബിൻ ലഹി അയാൾ ഗോത്രത്തലവനായിരുന്നു. അയാൾക്ക് സുഖമില്ലാതായി. അപ്പോൾ അയാൾ എങ്ങോട്ട് പോയി? സിറിയയിലേക്ക് പോയി. സിറിയ അക്കാലത്തെ ഒരു പരിഷ്കൃത രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഒരുപാട്, അതായത് സിൽക്ക് റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് സിറിയ. സിൽക്ക് റൂട്ട് കേട്ടിട്ടില്ലേ? ആയിരക്കണക്കായ കൊല്ലം ഒരു ട്രേഡിംഗ് റൂട്ടാണ് എന്ത്? സിൽക്ക് റൂട്ട്. ലോകത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലെ കച്ചവടം നിലനിർത്തിയത് സിൽക്ക് റൂട്ടാണ്. പട്ടുതുണിപ്പാത എന്ന് പറയും. ചൈനയിലെ പട്ടുവസ്ത്രങ്ങൾ യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കും. യൂറോപ്പിലെ സുഗന്ധദ്രവ്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിലൊരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഏത്? സിറിയ. അപ്പൊ സിറിയ ഒരു പരിഷ്കൃത രാജ്യമായി കണക്കാക്കപ്പെടും. അതായത് ഏഷ്യക്കാരിൽ ഏകദേശം കച്ചവടക്കാര്, പണ്ഡിതന്മാര്, യൂറോപ്യന്മാരായ കച്ചവടക്കാര്, ചൈനക്കാര്, ഈജിപ്ഷ്യര്, ഇവർക്കെല്ലാവർക്കും അവരെല്ലാവരും എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് ഏത്? സിറിയ. അതുകൊണ്ട് സിറിയ അങ്ങനത്തെ ഒരു പരിഷ്കൃത പ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുക. ആളുകൾ എത്തി നോക്കാത്ത നാടാണ് മക്ക. മക്കയിലേക്ക് കരുതിക്കുട്ടി വരണം. പിന്നെ ക്ഷാമത്തിന്റെ നാടുമാണ്. കൊല്ലത്തിൽ 2 യാത്ര നടത്തുന്നത് കൊണ്ടാണ് ദാരിദ്ര്യം തീരുന്നത്. ഖുറൈശിൻ ഇലാഫിഹിം റഹ്ലത ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഇൻ. അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണം കിട്ടിയത് ഈ 2 യാത്രകൾ പടച്ചോൻ സൗകര്യപ്പെടുത്തി കൊടുത്തതാണ്. ഉഷ്ണത്തിലും ശൈത്യത്തിലും 2 യാത്രകൾ, കച്ചവട യാത്രകൾ നടത്തുന്നത് കൊണ്ട് ദാരിദ്ര്യം പരിഹരിച്ചു പോകുന്ന നാടാണ് ഏത്? മക്ക. അതുകൊണ്ട് മക്കയിലേക്ക് അങ്ങനെ ആരും വരൂല. ഒരു കച്ചവടത്തിന് വരുന്നല്ലാതെ. ഒരു കച്ചവടത്തിന്റെ സബ്സ്റ്റേഷൻ അല്ല ഏത്? മക്ക. മക്കാർക്ക് തിന്നാൻ കിട്ടണമെങ്കിൽ പുറത്തു പോകണം. റഹ്ലത ശിതാഇ വസ്സൈഫാണ് അത്അമഹും മിൻ ജൂഇൻ ഉണ്ടാക്കിയത്. പിന്നെ ആ നാട്ടിലേക്ക് വേറെ ആൾ വരുമോ? പെട്രോളിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഹജ്ജിന് പോകുമെന്നല്ലാതെ ആരും അറേബ്യയിൽ പോകാറില്ലല്ലോ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പട്ടിണിയാണ്. ഒരു നാട് സമ്പന്നമാവുമ്പോഴല്ലേ നമ്മൾ പോവുക. ഒരു നാട്ടിലേക്ക് നമ്മൾ ജോലിക്ക് പോകണമെന്ന് വന്നാൽ നമ്മൾ ആദ്യം അവിടുത്തെ പണത്തിന്റെ മൂല്യം അന്വേഷിക്കുക. ബംഗ്ലാദേശ് മൂല്യമില്ല, എന്നാ വേണ്ട. ബംഗ്ലാദേശിൽ പണിന്റെ ഞങ്ങൾ പോകും. കുവൈത്തിലൊരു പണിന്റെ ഇറങ്ങും. പറയും കുട്ടികളെ ചിന്തിക്ക്, തലയിനല്ലേ. ബംഗ്ലാദേശിലൊരു പണിയുണ്ട്. പണ്ട് ബർമയിലേക്ക് പോകും. ബർമയിലൊന്ന് മൂല്യമുള്ള പണം ഉണ്ടായിരുന്നു. ഇപ്പൊ പോവില്ല. ഇപ്പൊ ബർമക്കാർക്ക് തന്നെ ജീവിക്കാൻ വയ്യ. എത്യോപ്യയിലേക്ക് നിങ്ങളൊരു പണിക്ക് പോവില്ല. സുഡാനിലേക്ക് പോവില്ല. എന്തുകൊണ്ട്? പണത്തിന് മൂല്യമില്ല. അതേ സമയത്ത് നിങ്ങൾ കുവൈത്തിലേക്ക് പോവും, കാനഡയിലേക്ക് പോവും, USA പോവും, UK പോവും. എന്തുകൊണ്ട്? പണത്തിന് മൂല്യമുണ്ട്. ഒരു നാടിലേക്ക് ഒരു ജനത ആകർഷിക്കപ്പെടണമെങ്കിൽ ആ ജനതയിൽ ആ ലോകത്തിന്റെ പൊതുരീതിയാണ് പണം വേണം. ഇവിടെ ഇവരെന്നെ പുറത്തു പോയിട്ടാണ് എന്ത് ജീവിക്കണത്. അപ്പൊ പൊതുവെ അവിടെ അങ്ങനെ ഒന്നും അടിഞ്ഞുകൂടൂല. അതുകൊണ്ട് അവിശുദ്ധമായ സംസ്കാരങ്ങളൊന്നും എവിടെ വന്നില്ല, മക്കയിൽ വന്നില്ല. ഈ മക്കയെ പറ്റി പഠിക്കുമ്പോൾ പറഞ്ഞ പ്രഭാഷണങ്ങളിൽ പൊള്ളത്തരങ്ങളാണ് കൂടുതൽ.
പിന്നെ മക്കയെ പറ്റി പ്രഭാഷണം നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഇതിന്റെ രീതി എന്താ വെച്ചെങ്കിൽ, ബ്രൂട്ടസെ നീയും എന്ന് സീസർ ചോദിക്കുന്ന വാക്കാ. മനസ്സിലായില്ല? ബ്രൂട്ടസ് ആക്രമിക്കാണ് ആരെ? ബ്രൂട്ടസ് പറഞ്ഞാൽ വിശ്വസ്തനായ സേവകനാണ് സീസറുടെ. ആര് സീസർക്കെതിരായാലും ആരെതിരാവൂല? ബ്രൂട്ടസ് എതിരാവൂല. അതേ സമയത്ത് ബ്രൂട്ടസും എതിരായി. പിന്നെ സീസർക്ക് മരിക്കൽ തന്നെ നല്ലതും. ഈ നിലക്ക് മക്കയുടെ അവിശുദ്ധതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കയെ നശിച്ചാൽ എന്തുകൊണ്ട്? മക്ക നശിക്കാനുള്ള സാഹചര്യമില്ല. എന്തുകൊണ്ട്? പുറത്തെ മോശപ്പെട്ട സംസ്കാരങ്ങൾ അവിടെ അടിയൂല. അവിടെ 2 ആഴ്ച ഇവരൊന്ന് 2 കച്ചവടത്തിന് പോകും. ബാക്കിയൊക്കെ ഇവരിവിടെ പറഞ്ഞു വർത്താനം പറഞ്ഞു കൂടും. ഉള്ളതുകൊണ്ട് ഒപ്പിക്കും. ഇതാണ് ആര്? മക്കാര്. ഏതെങ്കിലും നാട്ടിലെ പരിസര നാടുകളിലെ അറബികളിലും ഈമാൻദാരികൾ ഇവിടെ വന്ന് ഹജ്ജിന് വരും. അത് മോശപ്പെട്ട അവരവിടെ കൂടെ നിൽക്കൂല. ഇന്നത്തെ പോലെ ഹജ്ജ് ബിസിനസ് ഇല്ല, ഒന്നുമില്ല, വന്നു പോയി. അപ്പൊ നശിക്കാൻ സാഹചര്യം കുറഞ്ഞ നാടാണ് ഏത്? മക്ക. ഹുസായ ഗോത്രക്കാർക്കായിരിക്കുന്നു മക്കയിൽ അധികാര ഖുറൈശികൾക്ക് മുമ്പ്. ആ കാലഘട്ടത്തിലെ AD 4-ാം നൂറ്റാണ്ടിൽ ഹുസായ ഗോത്ര തലവനായി മക്ക ഭരണം നടത്തിയ ആളാണ് അംർ ബിൻ ലഹി. അംർ ബിൻ ലഹി എന്നും ലുഹൈ എന്നും ഒക്കെ ഭാഷകളുണ്ട്. ഇയാൾ സ്വക്കടായപ്പോൾ എങ്ങോട്ട് പോയി? സിറിയയിലേക്ക്. എന്തുകൊണ്ട്? എന്തെങ്കിലുമൊക്കെ വല്ല മരുന്ന് കിട്ടുകയാണെങ്കിൽ എവിടെ ഉണ്ടാവും? സിറിയയിലുണ്ടാവും. സിറിയ പോയി. തീരാത്ത വയറുവേദന, സുഖമില്ലായ്മ. അവിടെ ചെന്നപ്പോൾ അവിടെ ചില പ്രധാനപ്പെട്ട ജ്യോത്സ്യന്മാരുണ്ട്, യൂറോപ്യൻ ജ്യോത്സ്യന്മാർ. സിറിയക്ക് വേഗം ഇങ്ങോട്ട് കയറി വരും. എങ്ങോട്ട്? ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നും ഏതൻസിൽ നിന്നും ഒക്കെയുള്ള സാധനങ്ങൾ നല്ലതും ചീത്തയൊക്കെ എളുപ്പത്തിൽ എങ്ങോട്ട് കയറി വരും? സിറിയയിലേക്ക്. സിറിയയിൽ യൂറോപ്യൻ ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. സിറിയയിൽ അക്കാലത്തെ അറിയപ്പെട്ട യൂറോപ്യൻ വിഗ്രഹങ്ങളാണ് ലാത്ത, മനാത്ത, ഉസ്സ, ഹുബാല്, ജൂപ്പിറ്റർ, വീനസ്, സ്യൂസ്, ഇവരൊക്കെ, അഫ്രോഡൈറ്റ്, ഇവരൊക്കെ എന്താണ്? യൂറോപ്യൻ ദൈവങ്ങളാണ്, പൈശാചിക ദൈവങ്ങളാണ്. അത് വർഷങ്ങളായി എവിടെ ഉണ്ട്? സിറിയയിലുണ്ട്. സിറിയയിലെ ലെവന്റിലാണ്. ലെവന്റ് ഒരു കച്ചവട സ്ഥലവും വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്, വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ഥലമാണ് ലെവന്റ്. ലെവന്റിലാണ് ഈ അംർ ബിൻ ലുഹൈ എത്തിച്ചേർന്നത്. അപ്പോൾ എൻ്റെ സ്വക്കറിന് വല്ല മരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പം ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറുന്നു. അയാൾ പ്രാർത്ഥിച്ചു, രോഗം മാറി. ഇത് AD 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടായിരിക്കാം ഈ സംഭവം. അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. അങ്ങനെ സ്വക്കട് മാറി. അത് പടച്ചോന്റെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ അയാൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അയാളെ പിതാക്കന്മാരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഹനീഫിയത്ത് സ്ഥിരമായി നിലനിൽക്കുന്ന നാടാണ് മക്ക. മക്കയിൽ ചീത്ത വന്നുകൂടിയത് വളരെ കുറഞ്ഞ ഒരു കാലം. മനസ്സിലായി? അതിന് മുമ്പില്ല, മക്കയിലില്ല. വളരെ ചരിത്രാതീതമായ കാലഘട്ടത്തെ പരിശോധിച്ചാൽ മക്കയിലൊരു പെൺകുട്ടികളെ കുഴിച്ചു മൂടലില്ല. വിഗ്രഹങ്ങൾക്ക് ആരാധിക്കലില്ല. ആദ്യമായി കഅബാലയത്തിൽ അവ്വലുമൻ നസബ സ്വനമ ബിമക്ക ഔ ഫീ ജൗഫിൽ കഅബ അംർ ബിൻ ലുഹൈയാണ്. അങ്ങനെ അയാൾ സ്വക്കർ മാറിയപ്പോൾ അയാൾ തിരിച്ചു വരികയാണ്. അപ്പൊ അയാൾ ജ്യോത്സ്യന്മാരോട് ചോദിച്ചു, ഈ വിഗ്രഹങ്ങൾ എൻ്റെ നാട്ടിലേക്ക് അയക്കോ? അപ്പൊ ആയിക്കോട്ടെ അവർ സമ്മതിച്ചു. അങ്ങനെ അയാൾ ഭൃത്യന്മാരും വേലക്കാരും വെട്ടി ചുമപ്പിച്ചു മക്കയിലേക്ക് വിഗ്രഹങ്ങൾ. ആരുടെ എല്ലാം? ലാത്ത, ഉസ്സ, മനാത്ത്, ഹുബാല്, വീനസ്, ജൂപ്പിറ്റർ, അഫ്രോഡൈറ്റ്,
മനസ്സിലായില്ലേ? സ്യൂസ് ഇതിൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ അങ്ങോട്ട് ചുമപ്പിച്ചു മക്കയിലേക്ക്. മക്കയിൽ കൊണ്ടുവന്നപ്പോൾ മക്കക്കാർ സമ്മതിച്ചില്ല. ഒന്നിരിക്കൽ AD 4-ാം നൂറ്റാണ്ടിന്റെ മധ്യം കഴിഞ്ഞ് അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കം അവര് സമ്മതിച്ചില്ല. ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പല പ്രശ്നങ്ങളുണ്ടായി, അടിയുണ്ടായി. അവസാനം ഇയാൾ എന്തുണ്ടായി? ചില ആളുകൾക്ക് അയാൾ വലിയ പൈസക്കാരനായിരുന്നു. അമ്രുബിൻ ഏത് നന്മയെ നശിപ്പിക്കുക പൈസക്കാരായിരിക്കും. രണ്ട് കൂട്ടരാണ് നാട് നശിപ്പിക്കുക, ഒന്ന് രാഷ്ട്രീയക്കാരും ഒന്ന് പണക്കാരും. അതിന് ചട്ടുകമായി നിന്ന് കൊടുക്കും ആര്? പണ്ഡിതന്മാർ. ആ ജനത നശിക്കും. പണ്ഡിതന്മാർ നേരിട്ട് പോരൂല. പണ്ഡിതന്മാർ എപ്പോഴും പണത്തിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോകും. അപ്പോൾ ഒരു പണത്തിനോ രാഷ്ട്രീയത്തിനോ ലാഭത്തിനോ അല്ലെങ്കിൽ പണക്കാരൻ്റെ ലാഭത്തിനോ വഴിപ്പെട്ടു പോകും പണ്ഡിതന്മാർ. മക്കയിലേക്ക് ഈ വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ മക്കാർ ഈ വിഗ്രഹം കയറ്റാൻ സമ്മതിച്ചില്ല. അപ്പോൾ പ്രശ്നക്കാരായ ആളുകൾക്കൊക്കെ പണം കൊടുത്തു. ആര്? അമ്രുബിൻ ലുഹൈ. അങ്ങനെ കയറ്റിച്ച് കാബയെ കൊണ്ടുവന്നു വെച്ചു. വടക്കൻ അറേബ്യയിൽ നേരത്തെ തന്നെ ഈ സാധനമുണ്ട്. വടക്കൻ അറേബ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഏതാ പറയാന്നറിയോ? നമ്മുടെ ഈ ജോർദാനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം പെട്ര. അതിന് കാരണം എന്താ? അവിടെ റോമൻ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ റോമക്കാരാണ് ഭരിക്കുന്നത്. എവിടെ? വടക്കൻ അറേബ്യയിൽ, ഹിജാസിലല്ല. അതിനു മുമ്പ് അവിടെ ഗ്രീക്കുകാർ ഭരിച്ചിരുന്നു BC 1-ാം നൂറ്റാണ്ടിൽ. പിന്നെ AD 1-ാം നൂറ്റാണ്ടിൽ പിടിച്ചെടുത്തു ആര്? ഗ്രീസുകാരെ കയ്യിൽ നിന്ന് പിടിച്ചു. ആര്? റോമക്കാർ. മനസ്സിലാക്കണേ. അപ്പൊ ഗ്രീസിന്റെയും ഗ്രീക്കിന്റെയും റോമയുടെയും ഈ ദൈവങ്ങളെല്ലാം അവിടെ കയറി, ഇജാസിലേക്ക് വന്നില്ല. ഇജാസിലേക്ക് ഇത് ആദ്യമായി കൊണ്ടുവരുന്നത് ആരാണ്? അമ്രുബിൻ ലുഹൈയാണ്. നമ്മുടെ ദൈവങ്ങൾ കഅബാലയത്തിൽ എത്തിയിട്ടെന്ന് വിവരം കിട്ടിയപ്പോൾ അവരും തീർത്ഥാടക പ്രവാഹം ഉണ്ടായി വടക്കൻ അറേബ്യന്ന്. സിറിയക്കാർ വന്നു. കഅബാലയത്തിൽ ഈ സാധനം കയറുക എന്നുള്ളത് അവർക്കൊക്കെ ആവശ്യമാണ്. കാരണം ഇവർക്കിടയിലെല്ലാം അറിയപ്പെടുന്ന ഒരു ഗേഹമാണ്, ദൈവിക ഗേഹമാണ് ഇബ്രാഹിം നബിയുടെ കാലം മുതലേ. ഏത്? കഅബാലയം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഉദാഹരണം, ഒരു ഷിർക്കിൻ്റെ സാധനങ്ങൾ അകത്തെ പള്ളിയിൽ കൊണ്ടുവച്ചാൽ അകത്തെ പള്ളിയിൽ ആൾ കൂടുമല്ലോ. എന്തുകൊണ്ട്? ഈ ഷിർക്കിൻ്റെ ആളുകൾ നേരത്തെ ഉള്ളവർ ഇങ്ങോട്ട് വരാത്തവരൊക്കെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കും. അവിടെ സ്ഥിരമായി വരുന്നവരും വരും. പിന്നെ ആരും വന്നു ഈ അപ്പം മക്കൾക്ക് ഒന്നുകൂടി വികസനം ഉണ്ടായി. അപ്പോൾ കച്ചവടക്കാരൊക്കെ പത്തി മടക്കി. കാരണം ഇവർക്ക് ഇതുപോലെ എന്ത് കിട്ടുന്നുണ്ട്? എന്താണ് ലാഭമുണ്ട്. പരീക്ഷിച്ചവർക്കൊക്കെ രോഗം മാറി, പല നേട്ടങ്ങളുണ്ടായി. അപ്പോൾ പിന്നെ എന്തുണ്ടായി? പരീക്ഷണങ്ങൾ അധികരിപ്പിച്ചു. പിന്നെ ഈ മാതൃകയിൽ ദൈവങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി കളിമണ്ണുകൊണ്ടും മറ്റും. അതിനെ സ്ഥിരമായി കൊണ്ടുവന്നൊക്കെ തുടങ്ങി. ഹബീബ റസൂൽ 570 ജനിക്കുമ്പോൾ 360 വിഗ്രഹം കഅബാലയത്തിനുള്ളിലുണ്ട്. അമ്രുബിൻ ലഹി 4-ാം നൂറ്റാണ്ടിൻ്റെ AD 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അമ്രുബിൻ ലഹി ഇത് സ്ഥാപിക്കുമ്പോൾ ഒരു വിഗ്രഹം കഅബാലയത്തിൽ ഇല്ല. BC 1800 മുതൽ AD 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഇല്ല. അതായത് 2300 കൊല്ലമാണ് റസൂലും ഇസ്മായിൽ നബിയും തമ്മിലുള്ളത്. അതിൽ 2200 കൊല്ലോ ഇല്ല. എന്തില്ല? വിഗ്രഹങ്ങളിൽ അവർ സമ്പൂർണ്ണ മുനാഫാക്കളാണ്. നല്ലപോലെ ചിന്തിക്കണം. ഇബ്രാഹിം നബി ഹനീഫാണ്, അവരെ മകൻ ഹനീഫാണ് സയ്യിദ് ഇസ്മായിൽ. 800 AD BC 1800 അനുബന്ധിച്ച് ആര് മരിച്ചു? ഇസ്മായിൽ നബി. പക്ഷെ അവർ ഹനീഫിയത്ത് കാത്ത് സൂക്ഷിച്ചു. തല്ലും വെക്കണം മറ്റൊക്കെ ഉണ്ട്, ഒക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല? എന്തില്ല? ഷിർക്കില്ല. അങ്ങനെ പോന്നു. ആരുടെ കാലം വരെ? BC മുഴുവൻ അങ്ങനെ വന്നു. 1800 കൊല്ലം. ADയുടെ തുടക്കവും അങ്ങനെ വന്നു. AD 1-ാം നൂറ്റാണ്ടിൽ വടക്കൻ അറേബ്യ റോമക്കാർ പിടിച്ചടക്കിയിട്ട് ഇങ്ങോട്ട് വന്നില്ല. എന്തുകൊണ്ട്? അവരെല്ലാവരും ആശ്രയിക്കുന്ന സ്ഥലമല്ല ഇത്. ഇവിടെ അങ്ങനത്തെ ഒരു ആൾക്കൂട്ടം മറ്റതൊന്നും ഇല്ലേനും. ഇത് ചെറിയ ഒരു
ഒരു പട്ടണം എന്ന് പറയാനുമില്ല. ചെറിയ ഒരു നാടാണ് മക്ക, ചെറുത്. അതായത് 4 പർവ്വതങ്ങൾക്കിടയിലെ ഒരു ചെറിയ നാട്. ഈ അടുത്തെവിടെ ഞാൻ വായിച്ചു, ആകെ പിന്നെ റസൂലുള്ളാഹി ജനിക്കുന്ന കാലത്ത് 136 വീടേ ഉള്ളൂ. എവിടെ? മക്കയിൽ. അപ്പോൾ നമ്മളെ ഒരു ചെറിയ വില്ലേജും അല്ല, ഒരു ലൊക്കാലിറ്റി. ഒരു മഹലിൻ്റെ അവർക്കും എത്തൂല. ഇപ്പം നമ്മളെ മഹലിലൊക്കെ 400, 500, 1000 വീടൊക്കെ ഉള്ള മഹലിൽ. ഒരു ചെറിയ നാട്, 4 മലകൾക്കിടയിൽ. ഈ മല ഇപ്പോൾ പിന്നെ ആധുനിക കച്ചവട സമൂഹം അത് നശിപ്പിച്ചു. ആ 4 മലകൾക്കിടയിലുള്ള ചെറിയ നാട്, അതിലേക്കാരും വരൂല. ഇവര് 2, 15, 15, 30 ദിവസം അല്ലാതെ കൊല്ലത്തിൽ പുറത്തു പോയി വരില്ല. അത് ഒരിടത്ത് ഒരിക്കൽ പോയാൽ വേറെടുത്ത് മറ്റേ വട്ടം പോവുക. ഇത്രയും എല്ലാത്തിനും പരിപാടി അവർക്ക് ഇല്ല. ആ വ്യത്യാസമുണ്ട് മക്ക മുതൽ സിറിയ വരെ. അപ്പൊ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഞാൻ പറഞ്ഞില്ലേ, പരിസരം മുഴുവനും അലക്സാണ്ടർ പിടിച്ചടക്കിയിട്ട് അലക്സാണ്ടർ ഇങ്ങോട്ട് വന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ വന്നിട്ടൊന്നും കിട്ടാനില്ല. ഓലെ പട്ടിണി നടന്നു കഴിഞ്ഞൂടാണ്. എന്തിനാ അല്ലാഹു ഈ നാട്ടുകാരെ പട്ടിണിക്കാരാക്കിയത്? ആ നാടിന്റെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ടുവരണം. അതിനെ അവർ സമ്പത്തുള്ളവരായ നശിച്ചു. ഇപ്പം നമ്മളെ നാട്ടിൽ പഴയ കാലത്തെ പൂളയും പായക്കും നെല്ലുണ്ടാക്കലും കൃഷിയൊക്കെ ആണെങ്കിലും ഇവിടെ ബിഹാരികളെ സംസ്കാരം കയറൂല. ഏതെങ്കിലും പരയിൽ തള്ളി തുറന്നാണ് ബീഹാരി കയറുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല, ബംഗാളി കയറൂല. ഇന്നിപ്പോൾ നമ്മളൊരാൾ പണ്ടത്തെ കാലത്ത് ഒരു കള്ളനൊരു മയിൽ നാട്ടിൽ കയറിയാൽ തന്നെ അവനെ പിടുത്തം കിട്ടും. എന്തുകൊണ്ട്? ഓൻ അവിടെ 2-3 മൈലിൻ്റെ ഉള്ളിലുള്ള ആളായിരിക്കും. എണ്ണപ്പെട്ട കള്ളന്മാരേ ഉള്ളൂ. അത്ര അനുഗ്രഹല്ലേ? പിറ്റേന്ന് രാവിലെ പീടിയിൽ വന്ന വയസ്സനായ തന്ത എന്ത് പറയും? കാരണവർ പറയുന്നത്, നമ്മക്കറിയാ ആരാ കയറിയത്, ഇനിയിപ്പം അതൊന്നും മാനം പൊളിച്ചിട്ടില്ല. ഉറിയിൽ കുറച്ച് ചോറും മീനും ഉണ്ടായിരുന്നു, അവർ തിന്നു വയ്ക്കുന്നു. അതാ നമ്മളെ വരികൾ കിട്ടാള്. കൂട്ടുന്ന 2 കോഴിനെയും പിടിച്ചിരുന്നു. നമുക്കറിയാനുള്ളമാരെ. ഇന്നിപ്പോൾ നമുക്കറിയാനുള്ളമാരെ അറിയാൻ പറ്റുമോ? എന്തുകൊണ്ട്? എല്ലാ സ്ഥലങ്ങളിലും ബിഹാരികളും ബംഗാളികളും അല്ലേ? പുറത്തുനിന്ന് വരുമ്പോൾ മാത്രമേ ഒരു സംസ്കാരത്തിനും ഒരു ഭയത്തിനൊക്കെ കാരണമുള്ളൂ. സംസ്കാരത്തിന്റെ കയറി വരൽ, ഒരു ഭയം അധികരിക്കൽ, അതൊന്നും മക്കയിലില്ല. പരിമിതമായ ആളുകൾ ഹജ്ജിനൊന്നു പോകും. അംർ ബിൻ ലഹി ഇത് കൊണ്ടുവന്ന വെച്ചതോടു കൂടെ വടക്കൻ അറേബ്യയിലെ ഷിർക്കിന്റെ അയലുകാര്, സിറിയക്കാര്, അതിന്റെ ഇടയിലുള്ള നാട്ടുകാര്, ഇവരെല്ലാം ഇവിടെ വരൽ പതിവായി. അപ്പൊ മക്കയിൽ എന്തായി? കച്ചവടം അധികരിച്ചു, സ്വഭാവം മാറി. കച്ചവടം അധികരിച്ചാൽ പിന്നെ സ്വാഭാവികമായും ജനങ്ങളെ അവിടെ തണുക്കും. ഇനി മറ്റൊരു വിഗ്രഹം കൊണ്ടുവന്നാണ് ഉണ്ടല്ലേ, നമുക്ക് 10 രൂപ കൊണ്ട് കിട്ടിയല്ലേ ഉള്ളൂ, അതൊന്നും ഉണ്ടല്ലേ, ഓല് കുമ്പിട, നമ്മൾ കുമ്പിടണ്ട, നമ്മൾ വിഗ്രഹത്തിന് പോയി കുമ്പിടണ്ട. എന്നാലും എന്തു വേണ്ട, വെറുതെ ഈ പ്രശ്നം ഉണ്ടാക്കണതിനാ. ഏതായാലും പേപ്പർ 10 രൂപ കൊണ്ട് കിട്ടിയില്ലല്ലേ ഉള്ളൂ. പിന്നെ കുറഞ്ഞ ആളുകൾ അതിന് മാറിയുന്നു, അതാണ് ഖുറൈശികൾ. അതിൽ പരസ്യമായി എതിർക്കുന്നവരുണ്ടായിരുന്നു. പരസ്യമായി എതിർക്കില്ലെങ്കിലും, പരസ്യമായി എതിർക്കുന്നില്ല എങ്കിലും പൂർണ്ണമായി അതിന് വിട്ടുന്നവരുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു കൂടെ പോയ ഖുറൈശികളുണ്ട്, പലരും ഉണ്ട്. ഖുറൈശികൾ പൊതുവിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം അവരെ കൂട്ടത്തിൽ നല്ലവരാണ്. ആ നല്ലൊരു ഭൂഗോളത്തിൽ തന്നെ ഏറ്റവും നല്ലവരാണ്. എന്തുകൊണ്ട്? അവരിലാണല്ലോ ആര് ജനിക്കേണ്ടത്. എപ്പോഴെല്ലാം ജനത 2 എന്നെ ഖൈറിലെ ആക്കിയിട്ടുള്ളൂ. അപ്പൊ ആമിനാബിയുടെ ഗർഭപാത്രം പോലത്തെ ഗർഭപാത്രം ലോകത്തന്ന് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ആ ഗർഭപാത്രം റസൂൽ എനിക്കുണ്ട്. അബ്ദുള്ള എന്നവരെ മുതുകുപോലത്തെ വേറൊരു മുതുകന്ന് ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ ആ മുതുകിലെ റസൂൽ എനിക്കുണ്ട്.
ഖുറൈശികളെ പോലെ ഒരു നല്ല ജനത ലോകത്തുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ആ ജനതയിലെ റസൂൽ എനിക്കുണ്ട്. മോശപ്പെട്ടില്ലേ? മോശപ്പെട്ടത് അവർ മോശപ്പെട്ടവരോട് അനുകരണം നടത്തിയതാണ്. നല്ലൊരുണ്ട്, ആ നല്ലൊരു ഏറ്റവും നല്ലൊരുമാണ്. പിന്നെ എന്തേ ഇവർക്ക് നീക്കാൻ കഴിയില്ല? നാട് നന്നാക്കണേ നമുക്കുണ്ട്, കഴിയൂല. നമ്മൾ കാത്തിരിക്കണം ഒരാളെ, ആൾ വന്നാൽ നോക്കും. ആ പ്രതീക്ഷ അവർക്ക് പലർക്കുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അങ്ങനെ പല ആളുകളെയും ചരിത്രത്തിൽ കാണാം. അപ്പൊ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അബ്ദുള്ള എന്നവർ വരെ ഹുനഫാക്കളാണ്. ഹുനഫാക്കളിൽ അല്ലാതെ റസൂലുള്ളാഹിന്റെ പരമ്പര വരുന്നില്ല. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരിൽ നിന്ന് അംഗീകരിക്കുന്നവരിലേക്ക് വന്നു. ഉദാഹരണം പറയാം. അംർ ബിൻ ലഹി എന്ത് ചെയ്തു? മക്കയിൽ ശിർക്ക് കൊണ്ടുവന്നു. ഏതാണ് ആ ഗോത്രം? ഖുസാഅ. ഹബീബായ റസൂൽ വരാനായപ്പോഴത്തിന് ഖുസാഅയുടെ അധികാരം തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ ആരുടെ കയ്യിലായി അധികാരം? ഖുറൈശികൾ. അവർ ശിർക്കുണ്ടാക്കിയില്ല, പക്ഷെ വിപ്പാടനം ചെയ്യാൻ കഴിവുള്ളവരല്ല. കാരണം അങ്ങനെയാണ്. ഒരു സൊസൈറ്റിക്ക് വലിയ ലാഭം ഉണ്ടായാൽ അത്രയും കരുത്തുള്ള ഒരാൾക്കല്ലാതെ നീക്കാൻ കഴിയില്ല. ആ കരുത്ത് ഇവർക്കൊന്നും ഇല്ല. അട്ടിമറിയും, ഒരു ജനത അട്ടിമറിയും. ഉദാഹരണം, പശുക്കുട്ടിക്ക് തവാഫ് ചെയ്യുന്നത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ട് മിണ്ടിയില്ല. എന്തുകൊണ്ട്? പറഞ്ഞാൽ കുഴപ്പമുണ്ടാകുകയുള്ളൂ, ഇത് നന്നാവൂല. എന്തുകൊണ്ട്? മൂസാ നബി വരും, വന്നവർ നിർത്തും ചെയ്യും. ഹാറൂൻ നബിയോ ശിർക്കാരനാണോ? അല്ല. എന്നാ ശിർക്കിനെ നീക്കിയോ? ഇല്ല. എന്തുകൊണ്ട്? നീക്കാനുള്ള പേഴ്സണാലിറ്റി ആർക്കില്ല? ഹാറൂൻ നബിക്കില്ല. പശുക്കുട്ടിയെ കൊണ്ടുപോയിട്ട് ചെങ്കടലിൽ എറിഞ്ഞോ? ഇല്ല. അതാരാ എറിഞ്ഞ്? മൂസാ നബി. മൂസാ നബി വന്നാൽ ഇവരൊക്കെ നന്നായി. എന്തേ? അടിയലിട്ടും. പോലെ എത്ര 70,000 ഉണ്ടായിട്ടും കാര്യമല്ലേ മൂസാ നബിയോട്? ഈ പശുക്കുട്ടിക്ക് തവാഫ് ചെയ്തിരുന്ന ആയിരക്കണക്കായ ആളുകൾ തലങ്ങും ബലങ്ങും ഓടി ഒളിച്ചു. ആര് വന്നപ്പോ? മൂസാ നബി. നബിയാണ്, നോക്കിയിരിക്കണോ? നബിയാണ്. ഏട്ടന്റെ താടിക്ക് പോയി പിടിച്ചു. എന്താ നോക്കി നിന്ന്? എന്റെ ഉമ്മാന്റെ കുട്ടിയെ എന്നെ ആക്ഷേപിക്കരുത്, ഞാൻ പറഞ്ഞവര് കേൾക്കൂല. ഉമ്മാനെ പറഞ്ഞ എന്നെ താടിമ പിടുത്തത്തിന് ഗൗരവം കുറക്കാനാണ് ആയത്തിൽ തഫ്സീറിലുണ്ട്. മൂസാന്ന് വിളിച്ചാല് ദേഷ്യം പോരൂല. എന്റെ ഉമ്മാന്റെ കുട്ടിയെന്ന് പറഞ്ഞത്. എന്റെ ഉമ്മ ഒന്നല്ലേ ചുമ്മാനൊക്കെ താടി വന്ന് വിടുന്നതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? ഉദാഹരണം പറയാം. ഖുസൈന്റെ കാലഘട്ടത്തോടു കൂടെ നീങ്ങി. ഖുസാ ഗോത്രത്തിൽ നിന്ന് ഖുറൈശിലേക്ക് നീങ്ങി. ഖുറൈശിലേക്ക് ആദ്യമായി ഇപ്പൊ ഖുസൈ ജനിക്കുന്നത് 406 AD. ഹനീഫാണ്, നല്ല നിലക്ക് ജീവിച്ച മനുഷ്യനാണ്. ആര്? ഖുസൈ. പക്ഷെ ഒരു ജനതയെ നേരായ വഴിക്കാക്കാൻ കഴിയില്ല. ഖുസൈ ജീവിതത്തിൽ ഒരു ശിർക്ക് ചെയ്യുന്ന തെളിവില്ല. ഖുസൈന്റെ കാലത്തോടു കൂടെ ഖുറൈശിലേക്ക് നീങ്ങി. അപ്പൊ ഖുസൈന് മനസ്സിലായില്ല. ഖുസൈന് മുമ്പ് അധികാരം ആർക്കാണ്? ഖുസാ ഗോത്രത്തിനാണ്. അവരിലെ ഒരാളായിരുന്നു ആര്? അംർ ബിൻ ലഹി. അയാളാണ് കഅബാലയത്തിൽ ഈ ശിർക്ക് സ്ഥാപിക്കുന്നത്. AD 406 ഖുസൈന്റെ ജനനം. AD 439 അബ്ദു മനാഫിന്റെ ജനനം. AD 464 ഹാഷിമിന്റെ ജനനം. AD 497 അബ്ദുൽ മുത്തലിബിന്റെ ജനനം.
അബ്ദുൽ മുത്തലിബ് 497 ജനിക്കുന്നു. ഹാഷിം 464 ജനിക്കുന്നു. അബ്ദുൽ മനാഫ് 439 ജനിക്കുന്നു. കുസൈ 406 ജനിക്കുന്നു. കുസൈന്റെ വാപ്പ ആരാ? കിലാബ്. 373 ജനിക്കുന്നത് കുസൈന്റെ വാപ്പ കിലാബ്. പക്ഷെ കിലാബിന് മക്കയിൽ അധികാരമല്ല. കിലാബിന്റെ കാലത്ത് മക്കയിൽ അധികാരം ആർക്കാണ്? ഹുസായ ഗോത്രത്തിനാണ്. എന്നാ കിലാബ് മോശപ്പെട്ട വ്യക്തിയല്ല. ഇവരൊന്നും മോശപ്പെട്ട വ്യക്തികളല്ല, ഖുനഫാക്കളാണ്. അതായത് സയ്യിദ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെളിച്ചം കാത്തു സൂക്ഷിച്ച ഒരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് ആരാണ്? അത് ഖുറൈശികളാണ്. അവരിൽ ശിർക്കന്മാർ വന്നിട്ടേ ഇല്ല. പിന്നെ അവർ ശിർക്കിലേക്ക് വഴിതെറ്റിപ്പോയി. ഏത് കാലത്ത്? അംറു ബിൻ ലുഹൈന്റെ കാലത്ത്. അതേ സമയത്ത് ഒരു ന്യൂനപക്ഷെങ്കിലും ഇവരെ കൂട്ടത്തിൽ നിന്നു. എന്തിന്റെ കൂടെ? ഹനീഫിയത്തിന്റെ കൂടെ. അത് റസൂലുള്ളാഹിന്റെ വാപ്പാരാണേനും. ഇനി ഇതിന്റെ ലോജിക്കിന് വേറൊരു കുഴപ്പം, റസൂലുള്ളാഹിന്റെ വാപ്പാരൊക്കെ മോശവും ആകുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മുനഫാക്കൾ ഏത് കാലത്ത് ലോകത്തുണ്ടാണെന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹിന്റെ വാപ്പാരൊക്കെ മോശമാണെങ്കിൽ നല്ലൊരു ഇവിടെ ഉണ്ട്, ഇത് മോശപ്പെട്ട മുതുകെ കൊണ്ടുപോയിട്ട് അള്ളാഹ് റസൂലുള്ളാഹിനെ ഇട്ടും എങ്ങനെയാ വയ്ക്കുക? അബ്ദുള്ള എന്ന് പറഞ്ഞ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ ഇവര് വിട്ടി? എന്ത് വിചാരിച്ചവര്? അബ്ദുള്ള റളിയല്ലാഹു തന്നെയല്ലേ. അതിൻ്റെ അർത്ഥം ലോകത്ത് രാവുംപകൽ നിസ്കാരം നോമ്പും കൊണ്ട് നടന്നു എന്നല്ല. അതിനവർക്ക് കഴിയില്ല. അങ്ങനത്തെ രീതി അവരിലില്ല. അവരെന്ത് നന്മ ചെയ്തു എന്ന് നമുക്കൊട്ട് അറിയില്ല. പക്ഷെ നല്ലവർ തന്നെയാണ്. ലോജിക്ക് അങ്ങനെയല്ലേ? ഫിർഖത്താനി 2 വിഭാഗം പിരിഞ്ഞിട്ടില്ല. ഇല്ല ജാലിനി റബ്ബി ഫി ഖൈരിഹിമ, അതിൽ ഏറ്റവും ഖൈറായതിൽ അള്ളാഹുവിനെ. ഇപ്പൊ ഷിർക്കും തൗഹീദും ഏത് കാലത്തും 2 ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഏത് കാലത്തും ഇവിടെ ഷിർക്ക് മാത്രമായ കാര്യം ലോകത്തില്ലല്ലോ. നീ പൊളിഞ്ഞാടൂലേ? ഷിർക്കും തൗഹീദും എന്നൊക്കെ പറഞ്ഞ എളുപ്പം മനസ്സിലാക്കണം. ഷിർക്കും തൗഹീദും എന്ന 2 പക്ഷം ലോകത്തുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ ബാപ്പമാർ എന്തിനേ ആകാൻ പറ്റൂ? തൗഹീദിന് എന്തുകൊണ്ട്? ഇല്ലാ ജഅലനി റബ്ബി ഫീ ഖൈരിഹിമ. ഖൈറിൽ എവിടെ ജനം ഭിന്നിച്ചിട്ടുണ്ടോ ഖൈറിലല്ലാതെ ഇട്ടിട്ടില്ല. ഒരു ഭിന്നതയുടെ അടിസ്ഥാനമാണ് തൗഹീദും ഷിർക്കും. അപ്പൊ എന്റെ ബാപ്പമാരൊക്കെ എന്തിലാവും? തൗഹീദിലാവും. ഷിർക്കിലാണെങ്കിൽ അപ്പുറത്തെ ആളുകൾ തൗഹീദ്, റസൂലുള്ളാഹിന്റെ ബാപ്പമാര് ഷിർക്ക്. അതെങ്ങനെ ശുദ്ധി അംഗീകരിക്കാം? ഇതിനൊക്കെ എതിർക്കുന്ന ഒരു ഭീമമായി അള്ളാഹു റസൂലിനെ അവർ ഇകഴ്ത്താന്ന് മാത്രം അവർ ലക്ഷ്യം. പിന്നെ സ്വലാത്ത് ഞങ്ങളും ചെല്ലലുണ്ട്. അതൊക്കെ രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. ഒരു സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയലല്ല സ്വലാത്ത്. അള്ളാഹിന്റെ ഹബീബിന് ഗുണം ആഗ്രഹിക്കലാണ്. അതാ സ്വലാത്ത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒരാൾ അള്ളാഹിന്റെ റസൂലിനെ പറ്റി എന്താണ് പിന്നെ സ്വലാത്തൊക്കെ ചെല്ലും. പക്ഷെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ പോക്കാണ് എന്ന് പറഞ്ഞാൽ ഓന റസൂലുള്ളാഹിന്റെ എന്ത് ഗുണകാംക്ഷ? അള്ളാഹുവിന്റെ റസൂലിന് ഗുണം വരട്ടെ എന്നല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന വാക്കിനർത്ഥം? പറയ കുട്ടി. സ്വല്ലല്ലാഹു എന്ന വാക്ക് അള്ളാഹു റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്തിരിക്കുന്നു എന്നല്ലേ? മാലിയ ഫീലല്ലേ? നമ്മളെ ദുആക്ക് ഉപയോഗിക്കുകയാണെങ്കിലും പദം അത് മാലിയ ഫീലല്ലേ? അപ്പോൾ അള്ളാഹു റസൂലിനെ അള്ളാഹു ഗുണം ചെയ്തു എന്ന് സമ്മതിച്ചോനെ അപ്പറഞ്ഞതിന് മായനേ ഉള്ളൂ. മിന്നത് ഓൻ വെറുതെ കളകളാന്ന് പറയുന്നത്. സ്വലാത്തൊക്കെ ചെല്ലും, പക്ഷെ റസൂലുള്ളാഹിന്റെ കുടുംബമൊക്കെ മോശമാണെന്ന് അവൻ്റെ വിശ്വാസം. അപ്പോൾ അവൻ റസൂലുള്ളാഹിക്ക് ഗുണം ആഗ്രഹിച്ചില്ലല്ലോ. നമ്മളെ ബാപ്പാക്ക് മോശത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ബാപ്പ എന്ന നിലക്ക് അതിൽ ഇല്ല എന്ന ചരിത്രം കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിക്കുക. ബാപ്പ എവിടെയെങ്കിലും വ്യഭിചരിക്കാൻ പോയിരുന്നു എന്ന് തപ്പാണെങ്കിൽ ഇവനും ബാപ്പയും തമ്മിൽ എന്തുണ്ടാവും? നേരത്തെ തന്നെ എതിരായിരുന്നല്ലേ ഇതിനർത്ഥം? നാട്ടുകാരൊക്കെ ബാപ്പ തമ്മാടിയെന്ന് പറഞ്ഞാലും മക്കളെ മയക്കൂലല്ലോ, അടി കിട്ടു കൊടുക്കൂലേ? എന്തുകൊണ്ട്? ബാപ്പാന്റെ ഗുണം ആഗ്രഹിക്കുന്നവരെ യഥാർത്ഥ മക്കളാവുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി ബാപ്പ എന്നറിയില്ലല്ലോ. സ്വലാത്ത് ഞങ്ങൾ ചെല്ലലുണ്ട്. എന്ത് സ്വലാത്ത ചെല്ലുന്നത്? അള്ളാഹു റസൂലിന് ഗുണം ആഗ്രഹിക്കാതെ. ഈ ലോകത്ത് തൗഹീദ് ശിർക്ക് എന്ന 2 വിഭാഗമല്ലേ? ഇതിൽ ശിർക്ക് തൗഹീദിന്റെ ജനത വേറെയാണെങ്കിൽ റസൂലുള്ളാഹിനെ അല്ലാഹു തആല ശിർക്കിൽ കൊണ്ടേ ഇട്ടു എന്നല്ലേ എൻ്റെ അർത്ഥം? അല്ലെങ്കിൽ എന്ത് പറയണം? തൗഹീദ് പറ്റിയൊരു കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം. അതെങ്ങനെ പറയാ?
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കുക, ഇതൊക്കെ തല കൊടുത്ത് ഇതൊക്കെ മനസ്സിലാക്കി എളുപ്പല്ലേ? അതാണ് വതഖല്ലുബക ഫിസ്സാജിദീൻ. ഇതിന്റെ അഹ്ലുകാരിൽ അങ്ങ് വന്നുകൊണ്ടേയിരുന്നു. വതഖല്ലുബക ഫിസ്സാജിദീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവരിലേ വന്നിട്ടുള്ളൂ. മക്കയുടെ ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അംറുൽ ലഹി അവ്വലു മൻ നസബ സനമ ഫി ജൗഫിൽ കഅബത്തി ഔ ഫി മക്ക. മക്കയിലും കഅബയിലും ഒക്കെ ആദ്യമായി ശിർക്ക് നാട്ടിയ വിഗ്രഹം നാട്ടിയതാരാ? അംറുൽ ലഹി. അയാൾ AD 4-ാം നൂറ്റാണ്ടിലാണ്. ഹബീബ റസൂലുള്ളാഹി 6-ാം നൂറ്റാണ്ടിലാണ്. നുബുവത്ത് 7-ാം നൂറ്റാണ്ടിൽ. 570 മുസ്തഫ നബി ജനിച്ചു. അപ്പം മക്കയിൽ ശിർക്കിനൊരു 150-200 ഉള്ളിലേ ഉള്ളൂ. പക്ഷെ ആ ഒരു കാലം കൊണ്ട് ആ ജനതയുടെ വരുമാനവും കാര്യവും ഒക്കെ അതായി മാറി. അത് അംഗീകരിക്കാത്ത ഉദാഹരണം പറയാം. വറക്ക ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് ചെയ്യാത്ത ആളാണ്. ആര്? വറക്ക. ജീവിതത്തിൽ ഒരിക്കൽ ശിർക്ക് ചെയ്യാത്ത ആളാണ് വറക്ക. ജീവിതത്തിൽ ഒരിക്കൽ ശിർക്ക് ചെയ്യാത്ത ആളാണ് വറക്ക. അവർക്കാണല്ലോ എന്ത് പറഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും. മനസ്സിലാക്കണം, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. അപ്പോൾ ഹബീബ നബി ചോദിച്ചു, ഇന്നവർ പുറത്താക്കുമോ? ആ പുറത്താക്കും. വറക്ക പോലെ അംഗീകരിക്കാൻ കഴിയാത്തോണ്ട് നിൽക്കുകയാണ്. ഖുറൈശിൽപ്പെട്ട ആളാണ് വറക്ക. നൗഫലിന്റെ മകനാണ് വറക്ക. മനസ്സിലായില്ലേ? ചിന്തിക്ക്. വറക്ക നൗഫലിന്റെ മകനാണ്. നൗഫലോ അസദിന്റെ മകനാണ്. അപ്പൊ ഖദീജ ബീവിയുടെ വല്യാപ്പാന്റെ, അതായത് മൂത്താപ്പാന്റെ മകന്. ഖദീജ ബീവി ഖുവൈലിന്റെ മകനാണ്. ഖുവൈലിദ് അസദിന്റെ മകനാണ്. വറക്ക നൗഫലിന്റെ മകനാണ്. നൗഫൽ അസദിന്റെ മകനാണ്. അപ്പൊ ഖുവൈലിദും നൗഫലും ഏട്ടനും അനുജനുമാണ്. ഒന്ന് ഏട്ടന്റെ മകൻ, ഒന്ന് അനുജന്റെ മകൾ. ഈ വറക്ക ആരാണ്? ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടില്ല, ഖുറൈശിയാണ്. അപ്പൊ ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടില്ലാത്ത വറക്കപ്പെടെ അപ്പുറത്ത് നിൽക്കുക. ശിർക്കുമേൽ കുത്തി പറഞ്ഞിരുന്ന അബ്ദുള്ളാഹിക്ക് റസൂലുള്ളാഹി ജനിക്കുക. അങ്ങനെ ഉണ്ടാകുക? ജീവിതത്തിൽ ഒരു ശിർക്ക് വറക്ക ചെയ്തിട്ടില്ല. വറക്ക ഹുനഫാക്കളിൽപ്പെട്ട വ്യക്തിയാണ്. വറക്കയെ വെള്ളവസ്ത്രം ധരിച്ച് നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് ഹബീബ റസൂലുള്ളാഹി. പരലോകത്ത് ആ മഹാൻ സന്തോഷത്തിലാണെന്ന് അതിന്റെ പേരിൽ വ്യാഖ്യാനിച്ചു. വെള്ള ഒരു സമാധാനത്തിന്റെ അടയാളാണ്. മനസ്സിലായോ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പിന്തുണ കൊടുത്ത വ്യക്തിയാണ് വറക്ക. AD 610 ഹബീബ നുബുവത്ത് കിട്ടുന്നത്. നുബുവത്ത് കിട്ടിയ ഉടനെ തന്നെ ആരെ കണ്ടു? വറക്കയെ. വറക്ക പറഞ്ഞു, ഫദാലിക നാമൂസുല്ലദി അൻസലല്ലാഹു അലാ മൂസ. ഇത് മൂസാ നബിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത അതേ ജിബ്രീൽ തന്നെയാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്തും, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ പുറത്താക്കുന്ന കാലത്ത് ഞാൻ രക്ഷിക്കാൻ നോക്കും. 610 മരണം. ആരുടെ? വറക്കയുടെ. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്ന 610. വറക്ക മരിക്കുന്നതും 610. വറക്കാരാ? ഹുനഫാക്കളിൽപ്പെട്ട ആളാ. ആരാ? ഖുറൈശിയ. വേറെ ആളുകളുണ്ട്. സെയ്ദ് ഇബ്നു അംർ എന്ന ഒരാളുണ്ട്. അദ്ദേഹം കവിയാണ്. അദ്ദേഹം ശിർക്കിനെതിരെ കവിതകളെ ഉണ്ടാക്കിയിട്ട് മത്താഫിൽ വെച്ച് പാട്ടുപാടും. ഖുറൈശികളെ ആക്രമിക്കാൻ വരും. അദ്ദേഹം സൈ കെട്ടിട്ട് എന്ത് ചെയ്തു? സൈ കെട്ടിട്ട് ആ മനുഷ്യൻ നാട് വിട്ടു. പല നാട് ചുറ്റിക്കറങ്ങി എവിടെയെങ്കിലും നബി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം സിറിയയുടെ പരിധിയിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ
ഒരു സാത്വികനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് പോകൂ, മക്കയിലാണ് നബി ജനിക്കാൻ സാധ്യത. അങ്ങനെ അദ്ദേഹം 604 AD 604 അദ്ദേഹം സിറിയയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു. അറേബ്യയിൽ പ്രവേശിച്ചപ്പോഴത്തേന് അദ്ദേഹം മരിച്ചുപോയി 605. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? റസൂലുള്ളാഹ്. മരണാസന്നനായപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം അള്ളാഹു ദുആ ചെയ്തു, റബ്ബേ ഞാൻ നബിയെ അന്വേഷിച്ചു കിട്ടിയില്ല, നീ എൻ്റെ മകനെങ്കിലും ഈ മക്കക്കാരിൽ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള ഈ ഷിർക്കിന്റെ തോന്നിയാസത്തിന് എനിക്ക് സഹിക്കാനോട്ട് കഴിയണില്ല. ഖുറൈശിയാണ്. ആര്? സെയ്ദ് ഇബ്നു അംർ. ഇവരോട് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മരണാസൻ അടുത്തു. അല്ലാഹുവേ എനിക്കൊരു നബിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അപ്പോൾ നേരായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന നബി എൻ്റെ കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കണേ. ദുആ ചെയ്ത് മരിച്ചു. ആര്? സെയ്ദ് ഇബ്നു അംർ. ഈ സെയ്ദ് ഇബ്നു അംറിന്റെ മകനാണ് സഈദ് ബിൻ സെയ്ദ് മിനൽ അശറത്തിൽ മുബശ്ശറ. സഈദ് ബിൻ സെയ്ദ് ബിൻ അംർ. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ആളാണ് ആര്? സഈദ്. ഈ സഈദ് ആരെ മകനാ? സഈദ് ബിൻ സെയ്ദ്. ഈ സഈദ് ആരാ? സെയ്ദ് ബിൻ അംറിന്റെ മകനാ. സെയ്ദ് ബിൻ അംർ ആരാ? നബിയെ കിട്ട മക്കക്കാരെ ഈ പുതിയ ശൈലി സഹി കെട്ടിട്ട് പോയ ആളാണ്. പിന്നെ നാട്ടിൽ ഒരു സംഗതി വന്നാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് കട്ടിപ്പടരും. സാമ്പത്തികമായ ലാഭം അതിന്റെ പിന്നിലുണ്ടെങ്കിൽ ഒരു ജനത മുഴുവൻ അതിൻ്റെ ആളുകളാവും. ഇപ്പൊ ഇടിയപ്പം ഗ്രാമം എനിക്കറിയാം. ഇടിയപ്പം ഗ്രാമം, സമൂസപ്പടി. അതന്നെ സ്ഥലം സമൂസപ്പടി. മലപ്പുറം ഭാഗത്തല്ലേ അത്? സമൂസപ്പടി കൂട്ടിനാടി പഴമള്ളൂരുള്ളൊരു നാടാണ്, സ്ഥലമാണ് സമൂസപ്പടി. അവിടെ ഒരാളേലും സമൂസ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സമൂസ പോലത്തെ എല്ലാ സാധനവും ഉണ്ടാക്കും. എന്നോട് ആരോ പറഞ്ഞു, രാത്രി 3 മണി 4 മണിക്ക് ഒക്കെ അവിടെ 2 മണിക്കൊക്കെ നാട് സജീവമായിരിക്കും. വണ്ടി ഓടിക്കലും സാധനം കൊണ്ടുവന്ന് കടകളിൽ കൊടുക്കലും, കടയിൽ നിന്ന് ഹോൾസെയിൽ വാങ്ങും, വീടുകളുണ്ടാക്കി കടയിൽ കൊടുക്കും. വീടുകൾ ഉണർന്നിരിക്കും. സമൂസ ഉണ്ടാക്കുന്ന തിരക്കാണ് എല്ലാവർക്കും. വീടുകൾ കൊടുക്കും. വീടുകളിൽ നിന്ന് ഓർഡർ മലപ്പുറം ജില്ലൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് മറ്റും മുഴുവൻ സമൂസ കൊണ്ടുപോകണം ഇവിടുന്നാണ്. അപ്പോൾ വണ്ടിയോ ട്രാഫിക് ജാമായിരിക്കും അവിടെ. എപ്പോൾ? രാത്രി 2 മണി 3 മണി. അങ്ങനത്തെ ഒരു ഗ്രാമം നിലമ്പൂർ പരിസരത്തുള്ളത് എനിക്കറിയാം. അവിടെ ഇതാണ് ഇടിയപ്പം, നൂൽപുട്ട്. അവിടെ ഏതോ ഒരാളായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഭയങ്കര എന്തുകൊണ്ട് സാമ്പത്തികമായ കാര്യം അങ്ങനെയാണ്. ഒരാൾ പച്ച പിടിക്കണ്ട, മറ്റയാൾ ആകൃഷ്ടനാവും. കത്തിപ്പടരാൻ എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ സമൂസക്കെതിരെ പറയുകയാണെങ്കിൽ പോലത്തെ തല്ലിട്ടു. കാരണം അവർ മനസ്സിലായില്ല, സമൂസ എണ്ണയാണ്, എന്തേ എണ്ണ കുടിച്ചൊക്കെ ചത്തു. എന്നതുപോലെ ഈ സാധനം വന്നപ്പോൾ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായപ്പോൾ എല്ലാവരും അതിൻ്റെ ആളുകളായി. ആദ്യം പോലും തൊഴാനൊന്നും പോയിട്ടുണ്ടാവില്ല, പീടി വെച്ചിട്ട് ആള് കൂടുകയാണ്. പിന്നെ ഈ തൊഴിലിനോഴ്ത്തവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു കച്ചവടം നടക്കണില്ല എന്ന് പറഞ്ഞാൽ ഒരു തൊഴാൻ പോവും. ഈ ശിർക്കിന് ചിലപ്പോൾ ബാപ്പ അതിൻ്റെ അപ്പുറത്തെ നാട് മാലമറി മണിച്ചു തീർക്കും. അപ്പം അങ്ങനെയായാലും ബാപ്പാൻ്റെ മക്കളെ പീടി കച്ചവടം ഉണ്ടാവുള്ളൂ. സാമ്പത്തിക സൗകര്യങ്ങൾ ഒരു സംസ്കാരത്തെ പെട്ടെന്ന് കയറ്റും, ഒരു ജനതയിൽ പടർന്നു പിടിക്കും. സാമ്പത്തികം ലക്ഷ്യമാണെങ്കിൽ പിന്നെ അതിനെ തുടർന്ന് പലതും ഉണ്ടായി. ഈ കുട്ടികളെ കുഴിച്ചുമുള്ളെല്ലാം അതിനെ തുടർന്നുണ്ടായതാണ്. കുറഞ്ഞ കാലഘട്ടമാണ് മക്കയിൽ ഒക്കെ ഉണ്ടായത്. പെൺകുട്ടികളോടുള്ള വിരോധം, ആൺകുട്ടികളോടുള്ള അമിതമായ ഇഷ്ടം, മനസ്സിലായില്ലേ? ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ കുറെ ആളുകൾക്ക് വിരോധം ഉണ്ടായി.
ഖുറൈശികളിൽ അതിനെ സഹിക്കാൻ കഴിയാത്ത ജനങ്ങൾ. ഖുസൈയാണ് ആദ്യമായി ഖുറൈശികളിൽ നിന്ന് അദ്ദേഹം ശിർക്ക് ചെയ്ത ആളല്ല, പക്ഷേ ഇത് നീക്കാൻ കഴിയില്ല. ഖുസൈന്റെ മകനാണ് അബ്ദുമനാഫ്. അബ്ദുമനാഫ് എന്ന് പഠിച്ചപ്പോൾ ഞാൻ ബേജാറായി. എന്താ ഈ അബ്ദുമനാഫിന്റെ പേര് മുഗീറ എന്നാണ്. വിഗ്രഹത്തിന് കുമ്പിടുന്നവർ ഉമ്മാന്റെ കുടുംബം അവരിട്ട പേരാണ് അബ്ദുമനാഫ്. അവർക്ക് മനാഫി എന്ന പേരിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അബ്ദുമനാഫിന്റെ പേര് എന്തല്ല, അബ്ദുമനാഫല്ല, മുഗീറയാണ്. ബാപ്പ കുടുംബത്തിനെതിരാണ്. ബാപ്പ കുടുംബത്തെ പേരാണ് എന്ത്? ബാപ്പ ഖുസൈ അല്ലേ? ഖുസൈ നല്ല മനുഷ്യനാണ്. ഖുസൈയുടെ പേരാണ് എന്ത്? മുഗീറ. ഉമ്മ കുടുംബത്തെ പേരാണ് എന്ത്? അബ്ദുമനാഫ്. ഒന്നും ശിർക്ക് ചെയ്ത ആളുകളല്ല. അബ്ദുമനാഫിന്റെ മകനാണ്. അബ്ദുമനാഫ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എളുപ്പമുണ്ട് നമ്മൾ ആലോചിക്കാൻ. മനാഫിന്റെ വിഗ്രഹത്തിൽ കിടക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ വിഗ്രഹത്തിന് മുമ്പിട്ടിട്ടില്ല. മുഗീറയാണിത്. അവന്റെ മകനാണ് ഹാഷിം. ഹാഷിം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്, തത്വജ്ഞാനിയാണ്, നല്ല മനുഷ്യനാണ്. അവന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മുത്തലിബിന്റെ എന്നൊരു വിഗ്രഹം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിമയാണ്. അല്ല, അബ്ദുൽ മുത്തലിബിന്റെ പേര് ഷൈബ എന്നാണ്. ഷൈബ. മനസ്സിലായ പറയുന്നത്? മുത്തലിബ് എന്ത് ചെയ്തു? മുത്തലിബ് ഹാഷിമിന്റെ അഞ്ചനാണ് മുത്തലിബ്. ജ്യേഷ്ഠന് മദീനയില് അഥവാ യസ്രിബില് ഒരു മകനുണ്ട്. അവിടുന്ന് ഞങ്ങളെ കൂട്ടാതെ ഒരു പെണ്ണ് കെട്ടിയിട്ടുണ്ട്, ഒരു മകനുണ്ട് എന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ ഹാഷിം മരിച്ചപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുജനായ മുത്തലിബ് എന്ത് ചെയ്തു? യസ്രിബിലേക്ക് പോയി. യസ്രിബിന് നിന്ന് കുട്ടിയെ ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുവന്നു. മക്കാങ്ങാടിയിൽ പ്രവേശിച്ചപ്പോൾ മക്കയിലെ കാരണന്മാര് ഈ കുട്ടി ഒട്ടകപ്പുറത്ത് ഇരിക്കാൻ പരിചയമില്ലാത്തൊരു കുട്ടിയാണ്. അവിടെ എല്ലാത്തിനും അങ്ങോട്ട് പരിചയമുണ്ട്, ചെറിയ നാടാണ്. അപ്പൊ മക്കാരനല്ലാത്തൊരു കുട്ടിയെ അബ്ദുൽ മുത്തലിബ് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ കണ്ട റോട്ട് പക്കത്തുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു, മുത്തലിബ് അടിമനെ വാങ്ങാൻ വേണ്ടി പോയിരുന്നു. എന്നാ ഒരു കുട്ടി അടിമക്കുട്ടിയെ കൊണ്ടുവരുന്നു എന്ന്. കാരണം ഈ നാട്ടിലെ കുട്ടിയല്ല അത്. അന്ന് മുതൽ ഷൈബയെ മക്കാരെ എന്ത് വിളിച്ചു? അബ്ദുൽ മുത്തലിബിന്റെ അടിമയാണ്. അടിമയല്ല, ജനങ്ങളെ എൻ്റെ അടിമയല്ല, നിന്റെ കകന മകനാണ്. ജനത അംഗീകരിച്ചില്ല. അതിന്റെ പേരിലാണ് അറിയപ്പെട്ടു. ഷൈബ എന്ന പേര്. നാട്ടുകാരിട്ട പേര് അബ്ദുൽ മുത്തലിബ്. ഇരട്ടപ്പേര് അവരിൽ സ്വഭാവമായിരുന്നു. അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ കാന ഫീനാ അഹദുൻ ഇല്ലാ ലഹു ഇസ്മാനി ഔ സലാസ. മദീനക്കാർ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന കാലത്ത് 2-3 ഇരട്ടപ്പേരില്ലാത്ത ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. പിന്നെ റസൂൽ അത് വിലക്കിയപ്പോ ഒഴിവാക്കിയതാണ്. കാലന്, കണ്ണന്, ചെവിയന്, നിനക്കട് പേരിടുക. അങ്ങനെ അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ കാന ഫീനാ അഹദുൻ ഇല്ലാ ലഹു ഇസ്മാനി ഔ സലാസ. 2-3 ഇരട്ടപ്പേരില്ലാത്ത ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലേ ഇല്ല. അന്നാണ് റസൂലുള്ളാഹി മദീനയിൽ വരുന്നത്. പിന്നെ ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ ആയത്തിറങ്ങി. ഇരട്ടപ്പേരുകൾ ചീത്തയാണെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഒഴിവാക്കിയതാണ്. അപ്പൊ ഷൈബയെ ഷൈബ എന്നാണ് പേര്. മക്കാര് പരിചയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ അപ്പോ ഷൈബാന്റെ അമ്മ എവിടുത്തെത്തിയ മദീനക്കാരത്തി. ഷൈബാന്റെ മകനാണ് അബ്ദുള്ളാന്റെ മകനാണ് ആര്? റസൂലുള്ളാഹ്. അതുകൊണ്ടാണല്ലോ ഈ കുട്ടിക്ക് ഒരു വിഷമുണ്ടായപ്പോൾ വേഗം മദീനക്കാരെ ഏറ്റെടുത്ത്. എന്തുകൊണ്ട്? ഓല കുട്ടിയാണ്. ഉമ്മാനോട് കൂടി ഈ കുട്ടി മദീന പരിസരത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. അപവാവ് മദീന പരിസരത്തല്ലേ? മദീന പരിസരത്താണ് ബാപ്പ മരിച്ചു കിടക്കുന്നത്. മദീന പരിസരത്താണ് ഉമ്മാന്റെ നാട്. ആ നാട്ടുകാർക്കൊക്കെ ഈ കുട്ടീനെ ഇഷ്ടമാണ്. അന്നേ അത്ഭുത കുട്ടിയായിട്ടാണ് എല്ലാവരും കാണുന്നത്.
ഈ കുട്ടി പിന്നെ നബിയായി. മക്കക്കാർ ഉപദ്രവിച്ചപ്പോൾ മദീനക്കാരല്ലേ വന്ന്, മദീനക്കാരെ ഹജ്ജിന് വന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ പോറ്റിക്കോളാം, ഞങ്ങളെ കുട്ടിയാണ്, ഞങ്ങൾ നോക്കിക്കോളാറുന്നു. അതിന് കാരണം പറയും. എന്താ കാരണം? അബ്ദുള്ള ഷെയ്ബാന്റെ പേരക്കുട്ടിയാണ്. ഷെയ്ബ സംരക്ഷിച്ച കുട്ടിയാണിത്. ഷെയ്ബ മരിച്ചപ്പോഴാണ് ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഷെയ്ബ ആരുടെ ആളാണ്? ഷെയ്ബാന്റെ ഉമ്മ സെൽമയാണ്. സെൽമ മദീനക്കാരത്തിയാണ്. അപ്പോൾ മദീനക്കാർക്ക് നബിയുമായൊരു ഉത്തരവാദിത്തമുണ്ട്. മനസ്സിലായില്ല? ആ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. ഞങ്ങളിൽ അവസാനത്തെ ആള് മരിക്കാതെ ഈ കുട്ടി ഞങ്ങൾ വിട്ടുകൊടുക്കൂല എന്ന് ആര് പറയുന്നുണ്ട്? മക്കത്ത് വന്നിട്ട് അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയാണ് ആര്? മദീനക്കാര്. ഈ കുട്ടിയോട് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്തിന്? അബ്ദുൽ മുത്തലിബ് ഭരണാധികാരം ഏറ്റെടുത്തപ്പോൾ മക്കയിലെ കുറച്ച് തറവാട്ടേരുണ്ടായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ മദീനക്കാർ അമ്പും വില്ലും വാളും കൊണ്ടിട്ട് വന്നു. ഞങ്ങളെ കുട്ടിക്ക് തൊട്ടാ വിവരം അറിയും. തിരിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ വല്ലിപ്പാക്ക് പണ്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മക്കക്കാർ. കാരണം അടിസ്ഥാനപരമായി ഹാഷിമിന്റെ മകനാണെങ്കിലും എവിടുത്തേരനല്ല. ഷെയ്ബ എവിടുത്തേരന? മദീനക്കാരൻ. കുട്ടിക്കാലമൊക്കെ വളർന്നത് എവിടെയാ? മദീനയിൽ. പിന്നെ മുത്തലിബ് മരിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പിന്നെ അധികാരിയായി. അതിന് കാരണം എന്താ? അത്രയും യോഗ്യനാണ്. മുണ്ടാപ്രാണിയായി നടക്കണമല്ല. വർത്താനം പറഞ്ഞാൽ ഒരു കട്ടൻട്രയെ തീരുമാനിക്കാൻ കഴിയുന്ന ആളാണ് അബ്ദുൽ മുത്തലിബ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാട്ടുകാർക്ക് ഒരു കുശുകുശുപ്പുണ്ടാവും. ഇപ്പം അവിടുന്ന് വന്നവൻ അപ്പം ഇവിടെ രാജാവ്. എങ്ങനെ അറിയണം? എന്തേ ഇപ്പം മക്കത്തൊരാളെ കിട്ടൂലേ? അല്ല, നമ്മളെ ആശിമിന് എന്താ ആശയം? ഓനൊക്കെ ആശിമിന് മകനാന്ന് നമ്മൾ അറിയണം ഇപ്പോഴല്ലേ? അങ്ങനെ പറയുന്ന ആളുണ്ടാവുക. അങ്ങനെ അവർ അബ്ദുൽ മുത്തലിബ് ഭരണാധികാരി, മക്കയുടെ ഭരണാധികാരിയായി. മുത്തലിബ് ആശിം മരിച്ചു. പിന്നെ മുത്തലിബ് മക്ക ഭരണാധികാരിയായി. ഖുസൈന്റെ കാലം മുതലേ ഖുസാ ഗോത്രത്തിന് ഖുറൈശിലേക്ക് നീങ്ങി. അബ്ദുൽ മുത്തലിബ് മക്കയുടെ ഭരണാധികാരിയായിട്ടുണ്ട്. അവരുടെ വാപ്പ ഹാഷിം മക്കയുടെ ഭരണാധികാരി ആയിരിക്കവേ മരിച്ചു. അവരുടെ വാപ്പ അബ്ദു മനാഫ് മക്കയുടെ ഭരണാധികാരിയായിട്ടുണ്ട്. അവരുടെ വാപ്പ ഖുസൈ. ആ ഖുസൈയിലേക്കാണ് ഖുസാ ഗോത്രത്തിൽ നിന്ന് ആദ്യമായി മക്കയിലെ അധികാരം ഖുറൈശിയിലേക്ക് നീങ്ങിയത്. അപ്പോൾ ഖുസൈന്റെ കാലം മുതൽ മക്കയിലെ ഭരണാധികാരിയായി ആണ് ഖുറൈശികൾ. ഖുസൈന്റെ കാലം മുതൽ ഖുസൈയും പിന്നെ മകൻ അബ്ദു മനാഫും പിന്നെ ഹാഷിമും പിന്നെ അബ്ദുൽ മുത്തലിബും മുത്തലിബിന്റെ ശേഷം അബ്ദുൽ മുത്തലിബും അഞ്ചാമത്തെ ആളായിട്ട് വന്നു. ശ്രദ്ധിക്കണേ. ഈ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ എന്തുണ്ടായി? അബ്ദുൽ മുത്തലിബ് മക്കക്കാരന്റെ മകൻ തന്നെ. ആരെ മകൻ? മുത്തലിബിന്റെ അല്ലേ മോനെ? ഹാഷിമിന്റെ മോൻ തന്നെ. പക്ഷേ ജനിച്ചതും വളർന്നതും എവിടെയല്ല? മക്കയിലല്ല. അപ്പം മക്കാരായ കുറച്ച് തിരുപ്പന്മാരുണ്ടാവുമല്ലോ, പൈസക്കാര്, അഹങ്കാരികള്. നാട്ടിലുണ്ടാവില്ലേ? ഓനെന്ത് പറഞ്ഞു? ഓനൊക്കെ എന്നെ ഇവിടെ കയറി വന്നത് അങ്ങനെ പറയുമല്ലോ. പിന്നെ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത്. അപ്പൊ ആര് വന്നു? മദീനക്കാർ വന്ന് ബിബരളി എന്ന് പറഞ്ഞു. അപ്പോൾ ഒതുങ്ങി. ഈ സംരക്ഷണത്തിന് വന്നവരാണ് മദീനക്കാർ. ആ സംരക്ഷണത്തിനാണ് പിന്നെ ഏത് കാലത്ത് വരുന്നത്? ഇതാണ് ചരിത്രത്തിന്റെ നീതിയാണ്. ഈ മനസ്സിലായില്ല? അബ്ദുൽ മുത്തലിബ് മദീനയിൽ നിന്ന് വന്നു. മുഹമ്മദ് മുസ്തഫ മദീനയിലേക്ക് പോയി. അപ്പൊ ഇവിടെ സർക്കിൾ ക്ലിയറായി. അബ്ദുൽ മുത്തലിബ് മദീനയിൽ നിന്ന് വന്ന് മക്കയിൽ മരിച്ചു. മുസ്തഫ നബി മക്കയിൽ നിന്ന് മദീനയിൽ പോയി അവിടെ മരിച്ചു. അപ്പൊ സർക്കിൾ പൂർത്തിയായി. ഇതൊക്കെ ഹാഷിമിന്റെ മക്കളും വേറെ കുട്ടികളുമാണ്. ഹാഷിമോ ഭയങ്കര മഹാനായ നല്ല മനുഷ്യനാണ്, ഹനീഫാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹനീഫിയത്ത് ലോകത്ത് ഏത് കാലത്തും സംരക്ഷിച്ച ഒരു ജനത ഉണ്ടെങ്കിൽ അതാരാ? ഖുറൈശികള്. അവരെ കൂട്ടത്തിൽ മോശപ്പെട്ടവരുണ്ടാവും, ഉറപ്പന്നെ. മോശപ്പെട്ടവരുണ്ടായി കരുതി എല്ലാവരും മോശപ്പെട്ടവരല്ല. കാലാന്തരത്തിൽ അത് ചുരുങ്ങി വന്നിട്ടുണ്ട്. നാലും ആരും ഉണ്ട്, മുനാഫിക്കുകളുണ്ട്.
വളരെ ചിന്തിക്കണം. തിരുദൂതർ എന്ന പുസ്തകം നിർബന്ധമായി വായിക്കണം. അപ്പോഴേ, അല്ലാതെ വെറുതെ ഒരു സ്വല്ലല്ലാഹ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയല്ല. അള്ളാഹ് റസൂലിന് ഗുണം പ്രതീക്ഷ ഇല്ലാതെ പോയി എന്ത് സ്വല്ലല്ലാഹ് എന്ന് ഈ വഹാബികൾ പറയുമ്പോൾ കൊണ്ട് എന്താ കാര്യം? അവർക്ക് ജനങ്ങളെ കാണിക്കാൻ സ്വലാത്തില്ലാനേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് എല്ലാ നിലക്കും പൂർണ്ണം തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലഘട്ടത്തിൽ ഖുറൈശികളിൽ ശിർക്ക് നിലനിർത്തുന്നെങ്കിലും മക്കയിലേക്ക് ശിർക്ക് കൊണ്ടുവന്നതും ഖുറൈശികളല്ല, അത് ഖുസാ ഗോത്രക്കാരാണ്. പിൽക്കാലത്തും ഖുസാ ഗോത്രത്തിലാണ് മക്കയിൽ അധികാരമെങ്കിൽ ശിർക്കിനെ നീക്കം ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നു. അതേസമയത്ത് ഖുറൈശികളിലേക്ക് നീങ്ങിയപ്പോൾ ഖുറൈശികൾ എന്തൊക്കെയാണെങ്കിലും ധാരാളം മാന്യന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. കാര്യം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ആ പരമ്പരയൊന്ന് വായിക്കും ചെയ്യാം. റബ്ബന വായിക്കണം നിർബന്ധമായും. തിരുദൂതർ എന്ന പുസ്തകം നിർബന്ധമായും വായിക്കണം. എല്ലാവരും വായിക്കണം. തിരുദൂതർ എന്ന പുസ്തകം നിർബന്ധമായും വായിക്കണം എല്ലാവരും. വളരെ പ്രധാനമായ പുസ്തകം. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ.